Ladies and boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കിയാന വിഷ്വൽസ് പോലെ ആനിമേറ്റ് ചെയ്യുന്നത് ഇൻ ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു. വിഡ്ത്ത് 1080, ഹൈറ്റ് 9020, ഡ്യൂറേഷൻ 5 seconds. ആദ്യം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആഡ് ചെയ്തു. ടൈംലൈനിൽ റൈറ്റ് സൈഡിൽ ട്രാക്കർ എന്ന ഓപ്ഷൻ കാണും. ഇപ്പോൾ സപ്പോസ് കണ്ടില്ല എങ്കിൽ വിൻഡോയിൽ പോയി ട്രാക്കർ സെലക്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ട്രാക്ക് മോഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ട്രാക്ക് പോയിന്റ് കാണാൻ പറ്റും. ഞാനിത് ഡ്രാഗ് ചെയ്ത് മൊബൈലിൽ കാണുന്ന ഈ വൈറ്റ് പോർഷനിൽ ആഡ് ചെയ്തു. ഹൈ കോൺട്രാസ്റ്റ് ഏരിയയിൽ വേണം നമ്മൾ ട്രാക്ക് പോയിന്റ് ആഡ് ചെയ്യാൻ. ഇനി ഞാൻ ഈ അനലൈസ് ഫോർവേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഫ്റ്റർ എഫക്ട്സ് ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്യും നമ്മുടെ ഈ വീഡിയോ. നെക്സ്റ്റ് ഞാനൊരു ന്യൂ നൾ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ന്യൂ നൾ ഒബ്ജക്ട് റീനെയിം ചെയ്ത് മെയിൻ ട്രാക്കിംഗ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ പോയി എഡിറ്റ് ടാർഗറ്റ് സെലക്ട് ചെയ്തു. ലെയർ നമ്മൾ ഈ നൾ ലെയർ സെലക്ട് ചെയ്യുക. പ്രസ് ഓക്കെ, ക്ലിക്ക് അപ്ലൈ. ഞാൻ ഈ പാനൽ ക്ലോസ് ചെയ്തു. ഇനി ഞാനൊരു ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് വീഡിയോസ് എന്ന് കൊടുത്തു. ഇതിൽ ഞാനൊരു 6 വീഡിയോസ് ആഡ് ആക്കി. ഫസ്റ്റ് ഞാൻ ഈ ഓഡി കാറിൻ്റെ വീഡിയോ ആണ് ടൈം ലൈനിൽ ആഡ് ആക്കുന്നത്. സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. റൗണ്ട് റെക്ടാങ്കിൾ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഫിൽ ബ്ലാക്ക് കളർ ആൻഡ് സ്ട്രോക്ക് നൺ. ബോത്ത് സൈഡ്സ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. Under shape layer, rectangle 1, rectangle path 1, roundness 200. ഞാൻ ഈ വീഡിയോ കാണുന്ന ട്രാക്ക് മാറ്റിൽ ഈ കാണുന്ന ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതുപോലത്തെ റൗണ്ടഡ് ഷേപ്പ് കാണാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ ഈ പ്രോജക്റ്റ് പാനലിൽ പോയി ഈ വീഡിയോസിൻ്റെ കോംബ് ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ബൈ പ്രസിംഗ് Ctrl+D. വീഡിയോസ് 2 എന്ന ഈ ന്യൂ കോംബ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അണ്ടർ വീഡിയോസ് 2 കോംബ് ഞാൻ ഈ ടൈം ലൈനിൽ കാണുന്ന വീഡിയോ സെലക്ട് ചെയ്തു. അതുപോലെ ഞാൻ ഈ പ്രോജക്റ്റ് പാനലിൽ കാണുന്ന നെക്സ്റ്റ് വീഡിയോയും ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് ഇതുപോലെ ഇട്ടു. ഇനി ഞാൻ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത് ടൈം ലൈനിൽ കാണുന്ന വീഡിയോ സെലക്ട് ചെയ്ത് ഈ പ്രോജക്റ്റ് പാനലിൽ കാണുന്ന ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് ഇതുപോലെ ഇട്ടു. ഈ സെയിം സ്റ്റെപ്സ് തന്നെ ബാക്കി കാണുന്ന വീഡിയോസിൽ അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ മെയിൻ കോമ്പിൽ പോയി ഈ കാണുന്ന എല്ലാ വീഡിയോ കോമ്പും നൾ ലെയറിൻ്റെ താഴെ പ്ലേസ് ചെയ്തു. ഈ വീഡിയോ സ്കെയിൽ സൈസ് ഡിക്രീസ് ചെയ്ത് 50 ആക്കി. ഇനി ഈ നൾ ലെയർ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ടോപ്പിലിട്ടു. ന്യൂ നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്തു. റീനെയിം ചെയ്ത റൊട്ടേഷൻ എന്ന് കൊടുത്തു. റൊട്ടേഷൻ നൾ ലെയർ ആൻഡ് ഈ ബാക്കി കാണുന്ന വീഡിയോസ് കോംസ് എല്ലാം 3D ആക്കി. റൊട്ടേഷൻ നൾ ലെയറിലെ പൊസിഷൻ ഓപ്പൺ ആക്കി. C ആക്സിസ് 1000 ആക്കി. നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് വീഡിയോ കോമ്പിൽ കാണുന്ന പിക്വിറ്റയിൽ ഞാൻ റൊട്ടേഷൻ നൾ ഒബ്ജക്റ്റിൽ ആഡ് ആക്കി. അതിൻ്റെ റൊട്ടേഷൻ നൾ ഒബ്ജക്റ്റിൽ പോയി റൊട്ടേഷൻ ഓപ്പൺ ആക്കുക. വയർ റൊട്ടേഷൻ 60 ഡിഗ്രി. നെക്സ്റ്റ് വീഡിയോ 2 കോമ്പിൽ കാണുന്ന പിക്വിറ്റയിൽ ഞാൻ റൊട്ടേഷൻ നൾ ഒബ്ജക്റ്റിൽ ആഡ് ആക്കി. വയർ റൊട്ടേഷൻ 60 × 2 120 ആഡ് ആക്കുക. നെക്സ്റ്റ് വീഡിയോ 3 വയർ റൊട്ടേഷൻ 60 × 3 180 ആഡ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോ 60 × 4 240 ആഡ് ആക്കി. നെക്സ്റ്റ് വീഡിയോ 60 × 5 300. അടുത്ത വീഡിയോ 60 × 6 which is 360. ഇതെല്ലാം ഫിനിഷ് ആയതിനു ശേഷം ഞാൻ റൊട്ടേഷൻ നൾ ഒബ്ജക്റ്റിൽ പൊസിഷൻ C ആക്സിസ് 2000 ആക്കി. എന്നിട്ട് ഈ കാണുന്ന പിക്വിറ്റയിൽ ഞാൻ ഈ മെയിൻ ട്രാക്കിംഗ് നൾ ഒബ്ജക്റ്റിൽ ആഡ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ വയർ റൊട്ടേഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അത് ബിഗിനിങ് ഓഫ് ദി ടൈം ലൈൻ 30 ഫ്രെയിംസ് മുന്നോട്ട് പോയി വയർ റൊട്ടേഷൻ 60 ആക്കി. നെക്സ്റ്റ് 1 സെക്കൻഡ് 120. നെക്സ്റ്റ് 30 ഫ്രെയിംസിൽ പോയി 180 ആക്കി. നെക്സ്റ്റ് 30 ഫ്രെയിംസിൽ പോയി 240. അടുത്ത 300. അടുത്ത 360. നെക്സ്റ്റ് 2 × 60 120 180 240. ഇനി ഞാൻ ഈ കീ ഫ്രെയിംസിലെല്ലാം ഈസി ചെയ്തു. ഗ്രാഫ് ഡ്രോപ്പ് ആക്കി. സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് എനിക്ക് ഈ ഒരു ആനിമേഷൻ ബോട്ടം നിന്ന് ടോപ്പിൽ വരണം. അതുപോലെ ഫെയ്ഡ് ഇനും ചെയ്യണം. അതിനായി വീഡിയോ കോംസ് എല്ലാം സെലക്ട് ചെയ്ത് എന്നിട്ട് പൊസിഷൻ ഓപ്പൺ ആക്കി. ഓപ്പോസിറ്റി കൂടി ഓപ്പൺ ആക്കുക. Shift+T പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ പൊസിഷൻ ആൻഡ് ഓപ്പോസിറ്റി ഓപ്പൺ ആകും. പൊസിഷൻ സ്ലൈഡ്ലി ഡൗൺ ചെയ്തു. എന്നിട്ട് ഓപ്പോസിറ്റി 0. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ഓപ്പോസിറ്റി 100 ആൻഡ് പൊസിഷൻ അപ്പ്. ഈസി ചെയ്തു കീ ഫ്രെയിംസ്.
നെക്സ്റ്റ് ഞാൻ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ആഡ് ആക്കി. ടെസ്റ്റിൽ കാണുന്ന പിക് ഡീറ്റെയിൽ ഞാൻ മെയിൻ ട്രാക്കിംഗ് നൾ ഒബ്ജക്റ്റിൽ ആഡ് ആക്കി. ടെസ്റ്റ് ലെയറിലെ ബ്ലെൻഡ് മോഡ് ഞാൻ ചേഞ്ച് ചെയ്ത് സോഫ്റ്റ് ലൈറ്റ് ആഡ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിൽ ഗ്രേഡിയൻ റാമ്പ് ആഡ് ആക്കി. ചാർട്ടൻ ആൻഡ് കളർ ബ്ലാക്ക്, റാം ഷേപ്പ് റേഡിയൽ റാം, ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ ഞാനൊരു 75% ആക്കി. ഇനി ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ആഡ് ആക്കുകയാണ്. അതിനെ റൗണ്ടഡ് ഷേപ്പ് ലെയർ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തു. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ആഡ് ആക്കി. ഇൻസ്റ്റാഗ്രാം ലോഗോ ആഡ് ചെയ്തു. ഇതുപോലെ സ്കെയിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇൻസ്റ്റാഗ്രാം ലെയറിലെ ബ്ലെൻഡ് മോഡ് ചേഞ്ച് ചെയ്ത് വിവിഡ് ലൈറ്റ് സെലക്ട് ആക്കി. നെക്സ്റ്റ് ഈ 3 ലേയേഴ്സ് സെലക്ട് ചെയ്ത് ഈ കാണുന്ന പിക് ഡീറ്റെയിൽ മെയിൻ ട്രാക്കിംഗ് നൾ ഒബ്ജക്റ്റിൽ ആഡ് ആക്കി. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.